കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ നിർണായക നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലുള്ള AICC നിരീക്ഷകരെ കാണാൻ നേതാക്കളുടെ നീണ്ട നിരയാണ്. BD സതീശൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, VM സുധീരൻ, PJ കുര്യൻ തുടങ്ങിയവരാണ് എത്തിയത്. KPCC ആസ്ഥാനത്തെ യോഗത്തിന് മുൻപാണ് നേതാക്കൾ നിരീക്ഷകരെ കാണാനെത്തിയത്. വൈകിട്ട് UDF ഘടകകക്ഷി നേതാക്കളുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. അതിനിടെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ KC വേണുഗോപാലിനായും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. പിന്തുണ എല്ലാവർക്കും പിന്തുണ. എന്നെ പിന്തുണക്കുന്ന ആളെയെല്ലാം ഞാനും പിന്തുണക്കും. അത്രേ. അതാരെന്ന് പറയില്ല. അതാരെന്ന് പറഞ്ഞ അതിന്റെ രഹസ്യം പോയില്ലേ? അല്ല, AICC നിയോഗിച്ച നിരീക്ഷകർ ഇന്നലെ എത്തിക്കഴിഞ്ഞു. അവര് പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. 10:30യോടുകൂടി പാർലമെന്ററി പാർട്ടി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം AICCക്ക് റിപ്പോർട്ട് കൊടുക്കും. UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തും. AICCക്ക് ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. എന്റെ അഭിപ്രായമൊക്കെ പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വിലയിരുത്തലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ, അതുപോലെ എൻ്റെ ഒപ്പീനിയനെല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും നന്മ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് കണ്ട അഭിപ്രായം ചോദിക്കും. പറയാനുള്ള കാര്യം അവിടെ പറയും. അവരെ നോട്ട് ചെയ്യും. അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് നേതാക്കന്മാരുടെ അഭിപ്രായം മനസ്സിലാക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് അവരൊരു തീരുമാനം എടുക്കും. അതാണ് പാർട്ടി തീരുമാനം. ഇത് അഭിപ്രായ ഭിന്നത എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, അത് ഞങ്ങളൊരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ ജയം എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. UDFന്റെ ജയം, കോൺഗ്രസിന്റെ ജയം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെയും ഒക്കെ കഠിനാധ്വാനത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും വിജയമാണ്. പാർട്ടി 10 വർഷങ്ങൾക്ക് ശേഷം, മുന്നണി 10 വർഷങ്ങൾക്ക് ശേഷം ജയിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും വലിയ ആവാം. അപ്പം ഞാൻ പറഞ്ഞ മാധ്യമങ്ങളാണെങ്കിലും ഇതിൻ്റെ അകത്ത് വലിയൊരു ആശയക്കുഴപ്പമുണ്ട്, വലിയൊരു ഭിന്നതയുണ്ട് എന്ന നിലയിൽ അങ്ങനെ നിങ്ങളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. കാരണം സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ MLA-മാരെല്ലാവരും 63 പേരും ഒരേ അഭിപ്രായം പറഞ്ഞോളുന്നില്ല. 63 പേർക്ക് ഒരേ അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല. ഒരു പാർട്ടിയാണ്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പം BJP നടക്കും പോലെ ഒരു കടലാസ് കൊണ്ട് കുറിച്ചുകൊണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ കേൾക്കുമല്ല. CPM പറയുന്നത് പോലെ പിണറായി വിജയന് തിരുവാക്കി എതിർവായില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയല്ല ഉള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായം പറയാനുള്ള അവസരം ഇപ്പം ഉണ്ടല്ലോ. അതായത് എല്ലാവർക്കും AICC നിരീക്ഷകരെ കാണാൻ മുതിർന്ന നേതാക്കളുടെ നിര തന്നെയാണ്. ഓരോരുത്തരും ഹോട്ടലിലെത്തി പ്രത്യേകം കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. അധികം വൈകാതെ തന്നെ നിയമസഭാ കക്ഷിയോഗം ആരംഭിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ഇന്ദിരാഭവനിൽ നിന്ന് സുനിൽ ഐസക്കുണ്ട്. AICC നിരീക്ഷകർ താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിന് മുന്നിൽ നിന്ന് രജീഷും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുനിൽ, 3 പേരുകൾ: സതീശൻ, KC വേണുഗോപാൽ, ചെന്നിത്തല. ഇതിലൊരു പേരിലേക്ക് AICC നേതൃത്വത്തിന് എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ കേരളത്തിലെത്തിയിരിക്കുന്നത്. MLA-മാരെ കാണാൻ, MP-മാരെ കാണാൻ, മുതിർന്ന നേതാക്കളെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ നിർണായകമാവുക നിയമസഭാ കക്ഷിയോഗം തന്നെയല്ലേ? ഇപ്പോൾ ഓരോ നേതാക്കളും തങ്ങൾക്ക് ഇത്ര MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന അവകാശവാദവുമായാണോ രംഗത്തെത്തിയിട്ടുള്ളത്?